നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ദിവസങ്ങളാണ് കടന്നുപോയത്. കാരണം നമ്മളുടെ ഒരു റീഡിങ് ചലഞ്ചൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും വായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഓരോ ദിവസവും എൻ്റെ ബുക്കുകൾ തന്നെ വായിക്കാൻ തുടങ്ങിയ ഒത്തിരി ആൾക്കാർ. എനിക്ക് തന്നെ ആര്യയാണ്. ആര്യ ഓരോ ദിവസവും എൻ്റെ ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അത് വായിച്ചിട്ട് അവളുടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് വോയിസ് ഇടാനൊക്കെ തുടങ്ങി. ഒത്തിരി ആൾക്കാർ പല പല രീതിയിൽ എനിക്ക് വോയിസുകൾ തരാൻ തുടങ്ങി. താങ്ക് യു സോ മച്ച് കേട്ടോ. കാര്യം ശുഭചിന്ത നൽകിയ വിസ്മയം ഒത്തിരി ആൾക്കാർ മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് വാങ്ങുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ എന്താ? ഇന്ന് മൊത്തം നമ്മുടെ 3rd ഡേ ചലഞ്ചാണ്. പല ആൾക്കാരുടെയും ലൈഫിൽ വിജയിക്കണം, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം, ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ എന്തുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക്, നമ്മൾ 100 പേരെ എടുത്ത് 5% ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുന്നു. 95% ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോണു. എൻ്റെ ലൈഫിൽ ഒന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള റിഗ്രറ്റാണ് മെജോറിറ്റി ആൾക്കാർക്ക് വന്നെ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഈ സക്സസ് വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം കിട്ടണത്? ബാക്കിയുള്ളവരൊക്കെ അവരുടെ ജീവിതമല്ല അവർ ജീവിക്കണേ. വളരെ കുറച്ച് പേര് മാത്രമാണ് അവരുടെ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കണേ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാര്യങ്ങൾ അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യുമോ? കാരണം എന്തെന്നറിയാമോ? വിജയിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിലെ കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല വിജയിയായിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മായിയാണ്. അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളത് അവരെ പോയി ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അവരെ പഠിക്കാൻ തീരുമാനിച്ചതാണ് എൻ്റെ ലൈഫ് രക്ഷപ്പെടാൻ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ വിജയത്തിനും പരാജയത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയ ലൈഫ് രക്ഷപ്പെടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിജയിക്കാനായിട്ടൊരു പാറ്റേണോ, പരാജയപ്പെടാനൊരു പാറ്റേണോ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊക്കെ പഠിക്കണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ വരിക, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ ഈ ശുഭചിന്ത നൽകിയ വിസ്മയത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ശുഭചിന്ത നൽകിയ വിസ്മയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു പാഠം എൻ്റെ ഒരു ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠങ്ങളാണ്. വളരെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. 3ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്ന പാഠം എന്നുള്ളതാണ്, നൽകുന്ന പാഠം എന്നുള്ളതാണ് ആ ചാപ്റ്റർ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ഞാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്വഭാവമാണ് വിനയം. ഏറ്റവും കൂടുതൽ അറിവുള്ളവർ, ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവർ, ഏറ്റവും നല്ല സമ്പത്തിലും പാരമ്പര്യത്തിലും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർ, ഏറ്റവും കൂടുതൽ സമ്പത്ത് ആർജിച്ചവർ, ഇവരൊക്കെ ഭൂമിയോളം താഴ്ന്നവരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിനയം ഉള്ളവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അങ്ങ് പോണേ. അപ്പം സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയാണ് ഈ ഒരു പാഠത്തിൽ പറയണത്. എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജനിച്ചത് ക്രിക്കറ്റ് കൈ പിടിച്ചിട്ടാണോ? അല്ല. അദ്ദേഹം ക്രിക്കറ്റിൻ്റെ ദൈവം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരാവാൻ ആഗ്രഹിക്കുന്നോ ആ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അവരെ പഠിക്കുക, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് അവരുടെ ലൈഫിനെ കൊണ്ടുപോകണത്. ഈ ഒരു പഠനം നമ്മൾ മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ലൈഫ് മാറും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ വേറിട്ട് നിൽക്കണു? അയാൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചു. ക്രിക്കറ്റ് ഓരോ തവണയും പിന്നെയും 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 പിന്നെ അദ്ദേഹത്തിൽ വർക്ക് ചെയ്തു. പല ഫെയിലിയേഴ്സ് വന്നു ഇല്ലേ? പക്ഷെ അദ്ദേഹം വല്ലതും ചെയ്തോ? അദ്ദേഹം ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ തെറി പറയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് കളിച്ചിട്ട് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കപ്പ് കിട്ടുന്ന കൈയടിക്കും. ഏതെങ്കിലും തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കൊല വിളിക്കും. പക്ഷെ അദ്ദേഹത്തിന് പണി നിർത്തിയോ? ഇല്ല. അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസവും പരിശീലനത്തിന് ഒരു നിർത്തലും നിർത്തിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങണ സമയത്തും അദ്ദേഹം പരിശീലിച്ചു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കണേ എന്താ? മറ്റുള്ളവർ ആഘോഷങ്ങളിലും വിശ്രമത്തിനൊക്കെ വേണ്ടി സമയം കൊടുത്തപ്പോൾ സച്ചിൻ്റെ പണി എന്തായിരുന്നു? സച്ചിനിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വേറെ ലെവലായി. നമ്മുടെയൊക്കെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എല്ലാവരും റിസൾട്ട് മാത്രമാണ് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഏതൊരു വിജയിയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവന് അതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. എവിടെ നിന്നാണ് ആ എഫേർട്ട് തുടങ്ങണത്? ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങണേ. അപ്പോൾ വിജയത്തിന് പിന്നിൻ്റെ ഒരു ശാസ്ത്രമുണ്ട്. ഏതാളും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആ സക്സസ് നമുക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ സക്സസിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ക്ലൂ ഒക്കെ ഇരിപ്പുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഏറ്റവും മികച്ചൊരു സംരംഭകയാവണം.
മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു ഡിസേർവ് ചെയ്യണ കുറേ ആൾക്കാരെ സഹായിക്കണം, അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ആവണം, ഇങ്ങനെയൊക്കെ ഉള്ള ലെവലിലേക്ക് ഒരു ആഗ്രഹമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പം എൻ്റെ ആ ഒരു സംരംഭക ജോലി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാനൊരു സെനിക്കോൺ ബ്രാൻഡ് എന്ന് പറഞ്ഞ PC ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കൊച്ചു സേബ് ചിറ്റിലപ്പള്ളിയെ പോലെ ഒരു ഇന്ത്യയിലൊരു ബ്രാൻഡായിട്ട് ഒരു പ്രോഡക്റ്റ് വിൽക്കണം. ഇതായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പഠനം ഇങ്ങനെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഓരോ കാര്യങ്ങളും നോക്കി അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം ചെയ്ത് വന്ന് 2011 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്തിയുള്ള ഒരു ഓർഗനൈസേഷനിൽ, കേരള ചേംബർ ഓഫ് കൊമേഴ്സിൽ ഞാനും എത്തുവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഷീല ചേച്ചിയോടുള്ള കഴിഞ്ഞൊരു 12 വർഷത്തെ ആ ഒരു നല്ല ബന്ധം, 12 അല്ലാന്ന് തോന്നുന്നു 14 വർഷത്തെ ബന്ധം എൻ്റെ ജീവിതത്തിൽ, ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ? ചേച്ചി വളരെ നല്ലൊരു അമ്മയും കൂടിയാണ്, നല്ലൊരു എൻ്റർപ്രണറുമാണ്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പല പല കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വൃത്തിയായിട്ട് എങ്ങനെ മക്കളെ വളർത്താന്നുള്ളത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ ചേച്ചി എന്നെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ചേച്ചി ഏത് ഗസ്റ്റ് ചെന്നാലും സ്വന്തം കൈകൊണ്ട്, ഇത്രയും ജോലിക്കാരുണ്ട്, അത്രയും സമ്പന്നയാണെങ്കിൽ പോലും ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറേ കൂടി വിനയമുള്ള ഒരാളാവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു നല്ല ഡോക്ടർ ആവണമെന്ന് വിചാരിക്കണമെങ്കിൽ ഏത് ഡോക്ടറെയാണ് ഏറ്റവും മികച്ച ഡോക്ടറെ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ ഡോക്ടറിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ എടുക്കാൻ തുടങ്ങണം. അപ്പം ഇങ്ങനെ ഓരോ ഏത് മേഖല എടുത്താലും എല്ലാ മേഖലയിലും വിജയത്തിന് ഒരു ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യട്ടെ? അവരുടെ ബുക്കുകൾ വായിക്കാം, അവരെങ്ങനെ ചിന്തിക്കുന്നു നോക്കാം, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ഇതൊക്കെ കണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കഥ മാറണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫിൽ ഓരോ ആൾക്കും ഒന്നും ഫ്രീ ആയിട്ട് കിട്ടണില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരും. ഈ പ്രശ്നങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൈകാര്യം ചെയ്യണം. അല്ലാതെ പേടിച്ച് വിറച്ച് കടുക് മേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പരാജയങ്ങളും വരും, അതുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പരാജയത്തെയും കൈകാര്യം ചെയ്യണം. വിജയത്തെ മാത്രം കൈകാര്യം ചെയ്യാൻ ഞാൻ റെഡിയാന്ന് പറയുന്ന ഒരാൾക്ക് വിജയം കിട്ടില്ല. കാര്യം ഓരോ പരാജയത്തിൽ കൂടിയാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സ്ട്രോങ് ആവാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയിയായിട്ട് മാറാൻ നമുക്ക് സഹായിക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയേക്കുന്ന കാര്യം എന്താ അറിയുമോ? ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ഒരാൾ ഓരോ വിജയിക്കും ഒരു അധ്യാപകനാവാൻ പറ്റും. കാര്യം എന്താണ്? അവന് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അതിപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ വ്യത്യാസം എന്താണെന്നറിയാമോ? ഞാനൊക്കെ 34 വർഷമായി ഈ ഒരു ബിസിനസ്സുകാരിയായിട്ട് ഈ ഒരു കേരളത്തിൽ ജീവിക്കാൻ തുടങ്ങിയത്. എത്ര അധികം ചാലഞ്ചസ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അധികം ചാലഞ്ചസിൽ കൂടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് എൻ്റെ മക്കളെ വളർത്തണം, എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ ഹെൽത്ത്, ഇതൊക്കെ ഞാൻ വളരെ മോശമാക്കി കളഞ്ഞിട്ടൊരാളാണ്. കാരണം വെച്ചാൽ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് എന്താണ് പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ഒരു കോവിഡ് വന്നപ്പോൾ ഒരു സ്വർഗീയ സമയമാണ്. ഇനി എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആർക്കും വേണ്ടി ഇനി ജീവിക്കണില്ല. ആ ഒറ്റ ഡിസിഷനാണ് ഇന്ന് ഷീജ വീട്ടിലിരിക്കാനും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തറിയാമോ? ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം സോന എന്നോട് പറഞ്ഞു, എൻ്റെ സ്വപ്നം ഇതായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് മാം നടക്കണേ. കാര്യം എന്തറിയാമോ? ഞാൻ ആഗ്രഹിച്ച ശമ്പളം ഇന്ന് എനിക്ക് കിട്ടുക. എൻ്റെ ജീവിതം അത്രയും മാറി. മാമിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവില്ലായിരുന്നു. എൻ്റെ പണയം വെച്ച സ്വർണ്ണം എല്ലാം എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ കരയാനൊന്നും എനിക്ക് നേരില്ല, ഞാൻ ജീവിക്കാൻ പോവുക. ഇങ്ങനെ പറഞ്ഞ ഒത്തിരി അധികം മനുഷ്യരെ ഓരോ ദിവസവും കാണാൻ പറ്റുന്നു എന്ന് പറയണത് ഭാഗ്യമല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഏത് മനുഷ്യനും രക്ഷപ്പെടണമെങ്കിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മൾ ചെറിയ ശീലങ്ങളിൽ തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മിറക്കിൾ മോർണിംഗ് മില്യനിയർ വർക്ക്ഷോപ്പിലേക്ക് വരാൻ പറയുന്നത്. നിങ്ങൾ എത്ര വലിയ ലക്ഷ്യങ്ങൾ വേണമെങ്കിലും വെച്ചോ, പക്ഷെ തുടങ്ങണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം 27-ാം തീയതി രാവിലെ 5 മണിക്ക് എൻ്റെ മിറക്കിൾ മോർണിംഗ് മില്യനിയർ വർക്ക്ഷോപ്പ് ഉണ്ട്.
ഞാനിപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇന്ന് ക്ലാസ് എടുക്കുന്ന ആളല്ല കേട്ടോ. ഒരു മാസത്തെ ആ ഒറ്റ ബാച്ചേ ഞാൻ ചെയ്യാറുള്ളൂ. അതിപ്പോൾ MDL ആണെങ്കിലും ഒറ്റ ബാച്ചാണ്, മിറക്കിൾ മോർണിംഗ് ആണെങ്കിലും ഒറ്റ ബാച്ച്, അങ്ങനെ 2 ബാച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല എൻ്റെ പണി. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയമാണ് ഞാൻ കോച്ചിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് വേണം. അത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ വളർത്താനായിട്ടാണെങ്കിൽ എന്തിനു വേണ്ടി, പാരൻറ്റിങ് ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ലൈഫ് കോച്ച് ആവാനാവാം. എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരാനാകെ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസത്തെ പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്യാം. ഏത് പ്രോഗ്രാമിൽ വന്ന ആൾക്കാരെ സംബന്ധിച്ച് വരിക, നിങ്ങൾ വന്ന് പഠിച്ചു നോക്കുക. എൻ്റെ വൈബും നിങ്ങളുടെ വൈബും മാച്ച് ആവുമെന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം 1 ഇയറിലേക്കൊക്കെ മാറുക. ഞാൻ നിങ്ങളെ 5 വർഷത്തെ മെൻറ്റർഷിപ്പ് വരെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറിക്കോ. നിങ്ങളൊരു ഫുൾ ഫാമിലിയെ പോലെ സപ്പോർട്ടഡായിട്ട് പോണ ഒരു വലിയൊരു കുടുംബമാണ് നമ്മുടേത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സ്ട്രക്കാണ്, എത്ര പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയ സ്വപ്നമുണ്ട് പക്ഷെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല, ഇങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 1000 രൂപ അടിച്ച് മിറക്കിൾ മോർണിംഗിൽ ജോയിൻ ചെയ്യുക. അതിൽ വന്ന് 10 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് എൻ്റെ ക്ലാസ് നല്ലതാണെങ്കിൽ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിലാക്കും, ലൈഫ് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിജയികൾ ഏതാന്ന് നോക്കണം. ആ വിജയികളുടെ ക്വാളിറ്റീസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ ജീവിതം മാറും. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ അസൈൻമെൻറ്റ് എന്താണെന്നറിയാമോ? ഒന്ന് ശുഭചിന്ത നൽകിയ വിസ്മയം. ഇന്ന് തരാനായിട്ടുള്ള എൻ്റെ അസൈൻമെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ബഹുമാനിക്കണ ഒരു വ്യക്തിയെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു വ്യക്തിയെ പോലെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രചോദനം എന്നൊരു വ്യക്തി. ആ വ്യക്തി ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3-ാമത്തെ ദിവസമാണ് 5 പേജ് വായിക്കുക. ഏത് ബുക്കാണ് വായിക്കണതെന്ന്, ഇപ്പം നിങ്ങൾ സ്റ്റിൽ വായിക്കുന്ന ആ ബുക്കിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മളീ വർക്ക് ചെയ്യണം. നമുക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ എവറി ഡേ മാറ്റി വെക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നത്, ഒരു 360 ഡിഗ്രി ചേഞ്ച് വന്നത്. ഒരു ദിവസം 1% പുരോഗതി എടുത്താൽ തന്നെ ഒരു വർഷമാകുമ്പോൾ 36 ഇരട്ടിയാവും, അല്ലെങ്കിൽ 30. അപ്പം അത്രയും ചേഞ്ചസ് അവന്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 10% അല്ലെങ്കിൽ 15% 20% ഗ്രോത്ത് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആവില്ലേ? അത്രയും എളുപ്പമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾക്ക് ഗ്രോ ചെയ്യിക്കാൻ. പക്ഷെ അതിനൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് റൈറ്റ് മെൻറ്റർ വേണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വേണം. അപ്പം നമ്മളുടെ ഒരു റൈറ്റ് എൻവയോൺമെൻറ്റിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യണതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ആ ഒരു ബെറ്റർ പേഴ്സൺ ആവാം, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 ഏരിയാസിനെയും ബാലൻസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാം എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം 2 ബുക്കുകൾ വെച്ച് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മിറായയുടെ ഒരു സാരിയെ കൊടുത്താൽ വന്നേക്കണേ, ഒരു മൽക്കോട്ടൺ സാരിയാണ്. ഞാനിപ്പോൾ മൽക്കോട്ടൺ സാരിയുടെ ഭയങ്കര ഫാനായേക്കുവാണ്. മിറായയിൽ ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ പോയിട്ടൊന്ന് നോക്കിക്കോളൂ. സാരികളുടെയൊക്കെ കളക്ഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ ഒരു റീഡിങ് ചലഞ്ച് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.